السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വാദത്തിന് മുമ്പും അവസാനം വരെയും ഈ ഇൽഹാം ഉണ്ടായിട്ടുണ്ട്. യൻസുറുക റിജാലുൻ നൂഹി ഇലൈഹിം മിനസ്സമായി. ഞാൻ ആരുടെ ഹൃദയത്തിലാണോ ഇൽഹാം ഇറക്കുന്നത് അങ്ങനെയുള്ളവർ നിന്നെ സഹായിക്കുന്നതാണ്. 1907 അതിനോടൊപ്പം ഈ ഇൽഹാമും ഉണ്ടായിരുന്നു. യഅതൂന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അവർ ദൂരദേശങ്ങളിൽ നിന്നും നിന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഈ ഇൽഹാം വളരെ മഹത്തരമായ രീതിയിൽ വിവിധ രൂപത്തിൽ വിവിധ രീതിയിൽ ഇപ്പോൾ വരെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ആളുകൾ വിവിധ നാടുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അതിനുശേഷം അദ്ദേഹം മുഖേന സ്ഥാപിതമായ ഖിലാഫത്തിൽ ഖലീഫയുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഇപ്പോഴും വരുന്നു. അവർ സഹായികളായിത്തീരുന്നു. അല്ലാഹു തആല അവരുടെ ഹൃദയത്തെ സഹായികളാക്കി ഇതിലേക്ക് തിരിക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് സഹായവും സേവനവും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനത്തെ പൂർത്തിയാക്കുന്നതിനായി ഒരു ആവേശവും താൽപര്യവും അവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ സർവ്വതും സമർപ്പിച്ച് ഇതിൽ മുഴുകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സുൽത്താൻ നസീറായി മാറുന്നു. ഖലീഫമാരുടെ സഹായ ഹസ്തങ്ങളായി മാറുന്നു. ഇവരിൽ ചിലർ വിശുദ്ധ ഖുർആന്റെ കൽപ്പനയനുസരിച്ച് തഫഖുഹ് ഫിദ്ദീൻ, ദീനി അറിവ് കരസ്ഥമാക്കി തങ്ങളുടെ സമൂഹങ്ങളിലേക്ക് തിരിച്ചു ചെന്ന് യഥാർത്ഥ മതത്തിന്റെ സന്ദേശം കൽപ്പിക്കുന്നു. അതിനായി തങ്ങളുടെ ജീവിതം ത്യജിക്കുന്നു. അവർ ദൂരദേശങ്ങളിൽ നിന്നും വന്നു. അവിടങ്ങളിൽ 20ാം നൂറ്റാണ്ടിലെ 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും തപാൽ സൗകര്യമോ ഗതാഗത സൗകര്യമോ ഉണ്ടായിരുന്നില്ല. 6 മാസം വരെ
കത്തുകൾ എത്താൻ താമസം പിടിക്കുമായിരുന്നു. അങ്ങനെയുള്ള പ്രദേശവാസികൾ ദീൻ പഠിക്കാനായി പ്രസ്ഥാനത്തിന്റെ കേന്ദ്രത്തിൽ വരിക എന്നതും പൂർണ്ണ തൃപ്തിയോടുകൂടി ദീൻ പഠിക്കുക, തങ്ങളുടെ ജീവിതം ദീനിനായി വഖഫ് ചെയ്യുക, പൂർണ്ണ കൂറോടുകൂടി ഈ വഖഫിനെ പൂർത്തിയാക്കുക, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനത്തെ പൂർത്തിയാക്കാനായി എല്ലാ ത്യാഗങ്ങളും തയ്യാറാവുക എന്നതെല്ലാം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യത്തിനുള്ള തെളിവാണ്. അതോടൊപ്പം അങ്ങനെയുള്ള ആളുകളുടെ ത്യാഗം ഇതുവരെ നിലനിർത്തുക എന്നത് അഹമ്മദിയ ഖിലാഫത്തിന്റെ സത്യതയ്ക്കുള്ള തെളിവ് കൂടിയാണ്. ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയുള്ളവർ സൽ പ്രകൃതക്കാരായിരിക്കും എന്നതാണ്. അങ്ങനെയുള്ളവരുടെ ഈ ഗുണം കാരണം അല്ലാഹു തആലയുടെ റഹ്മത്തിന്റെ ദൃഷ്ടി അവരിൽ പതിയുകയും ചെയ്യുന്നു. അവരെ അല്ലാഹു തെരഞ്ഞെടുത്ത് ആകാശത്തിന്റെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു മുഖ്ലിസും പ്രസ്ഥാന സേവകനും സർവാത്മന സമർപ്പിതനുമായ ജമാഅത്ത് സേവകനുമായ മുക്കറം അബ്ദുൽ വഹാബ് ആദം സാഹിബിനെ കുറിച്ച് പരാമർശിക്കുകയാണ്. അദ്ദേഹം ആഫ്രിക്കയിൽ ഒരു നാട്ടിൽ നിന്നും ജമാഅത്തിന്റെ കേന്ദ്രത്തിൽ മതവിദ്യാഭ്യാസം കരസ്ഥമാക്കാനും ഖിലാഫത്തിന്റെ യഥാർത്ഥ സഹായിയായി തീരാനും വന്നതാണ്. അദ്ദേഹം വന്നത് ഈ പ്രവൃത്തി തന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചുകൊണ്ട് ചെയ്യുമെന്ന പ്രതിജ്ഞയോടുകൂടിയാണ്. അദ്ദേഹം വന്നത് റബ്വ താമസ യോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. ആഫ്രിക്കയുമായി ബന്ധപ്പെടണമെങ്കിൽ അന്ന് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഭക്തനായ നമ്മുടെ ഈ പ്രിയ സഹോദരൻ ഖിലാഫത്തിൽ ജീവാർപ്പണം ചെയ്ത യോദ്ധാവും ഖലീഫയുടെ ഇംഗിതമനുസരിച്ച് ചലിക്കുന്ന ഈ വ്യക്തി ഖലീഫയിൽ നിന്നും വരുന്ന ഓരോ തീരുമാനവും പൂർണ്ണ തൃപ്തിയോടെ സ്വീകരിക്കുന്ന വ്യക്തി, ഖലീഫയുടെ ചെറിയ ചെറിയ കൽപ്പനകളും മാത്രമല്ല ആഗ്രഹങ്ങൾ പോലും പൂർത്തിയാക്കാനായി അസ്വസ്ഥനായി കഴിഞ്ഞിരുന്നു. ഞാൻ 8 വർഷത്തിൽ കൂടുതൽ ഖാനയിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഖിലാഫത്തുമായുള്ള ബന്ധത്തിൽ ഞാൻ വിവരിച്ചതുപോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഖിലാഫത്തിന് ശേഷം ഞാൻ ഖലീഫ ആയതിനു ശേഷം എന്നോടൊപ്പവും അനുസരണത്തിലും അംഗീകരിക്കുന്നതിലും കൂറ് പുലർത്തുന്നതിലും ഒരു രീതിയിലും കുറവ് വരാൻ അദ്ദേഹം അനുവദിച്ചില്ല. നിങ്ങൾ അറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസം വഹാബ് ആദം സാഹിബ് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ ഒരു വർഷം ഇവിടെ താമസിച്ചിരുന്നു. മാർച്ചിലോ ഫെബ്രുവരി അവസാനത്തിലോ ആണ് ഇവിടെ നിന്നും പോയത്. ഈ ദീനി സേവകന്റെ ദീനി സേവന കാലഘട്ടം അരനൂറ്റാണ്ടിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നു. ഇദ്ദേഹത്തിന്റെ സേവനങ്ങൾ, വ്യക്തിത്വം, സ്വഭാവ സവിശേഷത, ഇദ്ദേഹത്തിന്റെ സംഭവബഹുലമായ ജീവിതം കുറഞ്ഞ സമയത്തിനുള്ളിൽ വിവരിക്കാൻ കഴിയില്ല. ഏതായിരുന്നാലും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെക്കാം. ഇതിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില ഗുണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ തെളിഞ്ഞു വരുന്നതാണ്. ആദ്യമായി പറയുന്നത് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മുഖേനയാണ് വന്നത്. വഹാബ് സാഹിബിന്റെ മകൻ പറയുന്നു, വഹാബ് സാഹിബ് ജന്മന അഹമ്മദിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് സുലൈമാൻ കെ ആദം സാഹിബും മാതാവ് ആയിഷ അക്വ സാഹിബയും അഹമ്മദിയത്ത് സ്വീകരിച്ചു. വഹാബ് സാഹിബിന്റെ പിതാവ് സുലൈമാൻ കെ ആദം സാഹിബ് ബിഷാറത്ത് അഹമ്മദ് ബഷീർ സാഹിബ് അക്കാലത്ത് ഘാനയിൽ ഉണ്ടായിരുന്നു. അമീർ ജമാഅത്ത് അല്ലെങ്കിൽ മുബല്ലിഗ്.
അന്ന് അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ മുഅല്ലിം ആയി പ്രവർത്തിച്ചിരുന്നു. വഹാബ് ആദം സാഹിബ് അദ്ദേഹത്തിന് ബോധം വെച്ച നാൾ മുതൽ തന്റെ ഉപ്പയെ കണ്ടിട്ടില്ല. ചെറുപ്രായത്തിൽ തന്നെ വഫാത്തായിരുന്നു. ഉമ്മ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവിന്റെ വലിയ ആഗ്രഹമായിരുന്നു വഹാ സാഹിബും ജമാഅത്തിന്റെ മുബല്ലിഗ് ആകണമെന്ന് പിതാവ് ആഗ്രഹിച്ചിരുന്നു. പിതാവിന്റെ ആഗ്രഹം പൂർത്തിയാക്കാനായി മാതാവ് ബിഷാരത്ത് ബഷീർ സാഹിബിനോടൊപ്പം റബ്ബയിൽ ഇദ്ദേഹത്തെ അയച്ചു. ഇദ്ദേഹം തന്റെ പിതാവിന്റെ ഫോട്ടോയും കണ്ടിരുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് ഒരു ഫോട്ടോ കാണിച്ചു. അതിൽ വഹാബ് സാഹിബിന്റെ ഉപ്പയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇതാണ് എന്റെ പിതാവ് എന്ന് മനസ്സിലായത്. വഹാബ് സാഹിബ് ബ്രോഫിയദ്രോ എന്ന ഗ്രാമത്തിൽ ഷാൻഡെ റീജൻ അഡൻസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. 1938 ഡിസംബറിൽ ആണ് ജനിച്ചത്. മിഡിൽ സ്കൂളിൽ പ്രഥമ വിദ്യാഭ്യാസം കരസ്ഥമാക്കി. അഹമ്മദിയ സെക്കൻഡറി സ്കൂൾ കുമാസിയിൽ തുടർന്ന് പഠിച്ചു. അവിടെ പഠനം പൂർത്തിയാക്കി കുറച്ചുകാലം പുറത്ത് പഠിച്ചു. പിന്നീട് ജീവിതം വഖഫ് ചെയ്തു. 1952 ജാമിയ അഹമ്മദിയ റബ്വയിൽ മതപഠനത്തിനായി അയച്ചു. 1960 ജാമിയ അഹമ്മദിയയിൽ നിന്നും ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി. തിരിച്ച് ഗാനയിലേക്ക് പോയി. അവിടെ വിവിധ സ്ഥലങ്ങളിലായി റീജിയണൽ മിഷണറിയായി നിയമിക്കപ്പെട്ടു. 1969 വരെ ആ റീജിയനിൽ ആദ്യത്തെ റീജിയനിൽ റോങ്ക ഫോയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം ജാമിയത്തുൽ മുബശ്ശിറിൽ പ്രിൻസിപ്പാളായി പ്രവർത്തിച്ചു. അക്കാലത്ത് മിഷന്റെ അവസ്ഥ ഇതായിരുന്നു. മണ്ണുകൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ കൂരകളായിരുന്നു. കുളിമുറിയൊന്നുമില്ല. ഓല കൊണ്ട് മറച്ചിരുന്നു. മരക്കമ്പുകൾ കുത്തി നിർത്തി അതിനെ മറക്കും. ഇപ്പോൾ ആഫ്രിക്കയിൽ ഇതൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കുളിമുറിയെക്കുറിച്ച് ഒരിക്കൽ എന്നോട് പറഞ്ഞു, 2 ഇഷ്ടിക വെച്ച് ബക്കറ്റ് എവിടെ നിന്നോ കൊണ്ടുവരും, അതിലാണ് കുളിക്കാറുണ്ടായിരുന്നത്. വളരെ തുടക്കത്തിൽ ഉള്ള അവസ്ഥയായിരുന്നു ഇത്. ഏതായിരുന്നാലും 1971 വഹാ സാഹിബിന്റെ നിയമനം UK-യിൽ നായിബ് അമീർ മസ്ജിദ് ഫസിൽ ലണ്ടനായി നിയമിക്കപ്പെട്ടു. 1974 വരെ ഈ ഉത്തരവാദിത്തം നിറവേറ്റി. 1975 അദ്ദേഹത്തെ അമീർ മിഷണറി ഇൻചാർജ് ഖാനയായി നിയമിച്ചു. 39 വർഷം മരണം വരെ ഈ പദവിയിൽ സേവനമനുഷ്ഠിച്ചു. ചരിത്രം എഴുതുന്നവർ എഴുതുന്നു, ഘാനയിൽ അംഗങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ജമാഅത്തിൽ അവിടെ മുഅല്ലിമീങ്ങൾക്ക് പകരം പ്രാദേശിക മുബല്ലിഗുമാരുടെ എണ്ണത്തിൽ വർധന വരുത്തണം. അതിനായി ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവിടെ കുറച്ച് കുട്ടികളെ കൊണ്ടുവരിക, അവർക്ക് തർബിയത്ത് നൽകി തിരിച്ചയക്കാം. ആ സമയത്ത് ഘാനയിൽ നിന്നും ചെറുപ്രായത്തിലുള്ള 2 കുട്ടികളെ, 14-15 വയസ്സുള്ള 2 പേരെ വഹാബ് ആദം സാഹിബ്, ബഷീർ ബിൻ സാലി സാഹിബ് എന്നിവരെ പാകിസ്ഥാനിലേക്ക് അയക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ 2 പേരും വളരെ താല്പര്യത്തോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി തങ്ങളുടെ പഠനം പൂർത്തിയാക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. 1957 ബഷീർ ബിൻ സാലി സാഹിബ് റബ്വയിൽ ചൂട് കാരണം രോഗിയായി. അദ്ദേഹത്തെ തിരിച്ച് ഘാനയിലേക്ക് അയച്ചു. എന്നാൽ ഈ രോഗം മരണകാരണമായി. 16 നവംബർ 1958 സാലി സാഹിബ് 19-ാം വയസ്സിൽ വഫാത്തായി. വഹാ സാഹിബ് ഒറ്റക്ക് ജാമ്യയിൽ പഠനം തുടർന്നു. 8 വർഷം വരെ ഇവിടെ തന്നെ നിന്നും ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി. കേന്ദ്ര മുബല്ലിഗായി ഘാനയിലേക്ക് തിരിച്ചുപോയി. ഇദ്ദേഹം പോകുന്നതിന് മുമ്പേ ജമാഅത്ത് കുറച്ച് വളർന്നിരുന്നു. ഇദ്ദേഹം എത്തിയപ്പോൾ ജനങ്ങളിൽ പ്രത്യേകമായ ആവേശമല തല്ലി. അവർ തങ്ങളുടെ മക്കളെ ജാമിയ അഹമ്മദിയയിലേക്ക് അയക്കാൻ തുടങ്ങി. അതിനുശേഷം 8-10 മുബല്ലിഗ്മാർ ഇവിടെ നിന്നും തയ്യാറായി പോയി.
പിന്നീട് വിലക്ക് വന്നു. അവിടെ തന്നെ ജാമിയ बल्कि इंटरनेशनल जामिया बन गया जहां अफ्रीका के തുടങ്ങി. അതിൽ നിന്ന് മുബല്ലിഗുമാർ തയ്യാറാകുന്നു. ഇപ്പോൾ അവിടെ ഇന്റർനാഷണൽ ജാമിയ ആയിട്ടുണ്ട്. ആഫ്രിക്കയിലെ വിവിധ നാടുകളിൽ നിന്ന് കുട്ടികൾ വന്നും ഷാഹിദ് മുബല്ലിഗ് ഡിഗ്രി കരസ്ഥമാക്കുന്നു. जब ये रबा में थे ഇദ്ദേഹം റബുവിലായിരുന്നപ്പോൾ ഘാനയിലെ यहाँ आए, അംബാസിഡർ ഒരിക്കൽ ഇവിടെ വന്നു. बताया कि അദ്ദേഹത്തോട് बात हुआ कैसी റബുവയുടെ किस तरह അവസ്ഥ വിവരിച്ചു. റബ്വ ജനവാസയോഗ്യമായതും എങ്ങനെയെന്ന് പറഞ്ഞു. ഇത് നേരത്തെ തരിശുഭൂമിയായിരുന്നു. ജനങ്ങൾ ഇതിനെ എന്തുമാത്രം ത്യാഗങ്ങൾ ചെയ്തു. വെള്ളവും ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ ഇദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അംബാസിഡർ പറഞ്ഞു, അള്ളാഹു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും, അള്ളാഹുവിന്റെ സത്യതയിൽ വിശ്വസിക്കാത്ത ആളും ഈ സംഭവങ്ങൾ കേട്ടാൽ തീർച്ചയായും അവരും അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നതാണ്. തബ്ലീഗിന്റെ ഒരു അവസരവും കൈവിടാറില്ല. किस तरह റബുവയിൽ ആദ്യകാലം കഴിച്ചുകൂട്ടിയതിനെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. കരണ്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. കുടിക്കാനുള്ള വെള്ളം വളരെ ദൂരെ നിന്ന് കൊണ്ടുവരേണ്ടതായി വന്നു. ബിൽഡിംഗ് ഒന്നുമില്ല. की छतें भी कच्ची थीं, ഓസ്ട്രേലിയന്റെ മേൽക്കൂരയും നിലവും എല്ലാം മണ്ണ് കൊണ്ടുണ്ടായതായിരുന്നു. മഴ പെയ്താൽ ചോർന്നൊലിക്കും. വെള്ളം നിലത്ത് കെട്ടി നിൽക്കും. कहते थे कि हमारे തമാശയായി പറയാറുണ്ട്, ഞങ്ങളുടെ പെട്ടി വെള്ളത്തിൽ ഒഴുകി നടക്കാറുണ്ടായിരുന്നു. था उस वक्त। फिर ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. പിന്നീട് അഹമ്മദ് നഗറിൽ ബിൽഡിംഗ് വാങ്ങി അവിടെ ജാമ്യ തുടർന്നു. വിദേശികൾക്കായി ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. तो वहाँ इंग्लिस्तान से भी एक शख्स था, അതിൽ जर्मनी से ഇംഗ്ലണ്ടിൽ നിന്നും ഒരാൾ कुंजे साहिब थे, അബ്ദുൽ ഷുക്കൂർ കണ്ടെ സാഹിബ് ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് अमेरिकन थे, एक ഒരു വൈറ്റ് അമേരിക്കൻ ഉണ്ടായിരുന്നു. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഉണ്ടായിരുന്നു. ട്രിൻ ഹാർട്സിൽ നിന്നും ഒരാൾ ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് ഉസ്മാൻ ചീനി സാഹിബ്, इदरीस मोहन साहिब थे। ഇബ്രാഹിം മൊഹാന, ഇദ്രീസ് മൊഹാന സാഹിബ് ഉണ്ടായിരുന്നു. വിവിധ ആളുകളുടെ ഹോസ്റ്റലായിരുന്നു അത്. അക്കാലത്ത് വിവിധ നാടുകളിൽ നിന്നും ആളുകൾ വന്നു അവിടെ താമസിക്കുകയും ചെയ്തു. അതിൽ രണ്ടുപേർ മാത്രമേ മുബല്ലിഗ് ആയിട്ട് ഉള്ളൂ. മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോയി. चर्च से बाद तालीम हासिल കുറച്ച് ദിവസം പഠനം നടത്തി അവരുടേതായ ജോലി ചെയ്തു. कहते हैं वहाब साहब പറയുന്നു വഹാബ് സാഹിബ് कि जामिया अहमदिया रबा में ഒരു जब സംഭവം ജാമിയ അഹമ്മദിയ റബ്വയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ बाद मज़ामीन में मसलन मंतक और फिक्र മന്തിഖ്, ഫിഖ് എന്നീ വിഷയങ്ങൾ ഉറുദു ഭാഷയിൽ മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. सर पे आ गया। പരീക്ഷ അടുത്തെത്തി. വളരെ പ്രയാസത്തിലായിരുന്നു. उन्होंने भी जामिया में पढ़ रहे थे उस जमाने അവലി ഉബൈദി സാഹിബ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. അക്കാലത്ത് അദ്ദേഹം അവിടെ പഠിച്ചിരുന്ന തൻസാനിയയിലുള്ള ആളാണ് ഇദ്ദേഹം. പിന്നീട് അദ്ദേഹം തൻസാനിയയിലെ में सरदार जी के पास जाकर മന്ത്രിയായി दुआ के लिए कहते हैं। ആയിട്ടുണ്ട്. അദ്ദേഹം മഷൂറ നൽകി. മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജകിയോട് അടുത്ത് ചെന്ന് ദുആക്ക് അപേക്ഷിക്കാം. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. ഹദ്റത്ത് മൗലാന രാജകി സാഹിബ് ഏതോ പുസ്തകം വായിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ആ പുസ്തകം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഉബൈദി സാഹിബും അതുപോലെ തന്നെ വഹാ സാഹിബും രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ പരീക്ഷ അടുത്തെത്തിയിരിക്കുന്നു, ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്, ദുആക്ക് അപേക്ഷിക്കാനാണ് വന്നത്. അദ്ദേഹം ദുആ ചെയ്യാൻ കഴിയുയർത്തി, നിങ്ങളും എന്നോടൊപ്പം ദുആയിൽ പങ്കാളികളാവുക. ദുആ ചെയ്തതിനു ശേഷം മൗലവി രാജകി സാഹിബ് പറഞ്ഞു, ഞാൻ ദുആ ചെയ്തപ്പോൾ കശ്ഫിയായ അവസ്ഥയിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ കരം നിങ്ങൾ ഇരുവരുടെയും ശിരസിൽ വെച്ചതായി കണ്ടു. जिसकी ताबीर मैं ये समझता അതിന്റെ വ്യാഖ്യാനം ഞാൻ മനസ്സിലാക്കുന്നത് हूं इस्लाम की बरकत से അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ് പറയുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അത്ഭുതകരമായ രീതിയിൽ പഠനം എളുപ്പമായി പരീക്ഷണ കൊടുത്തപ്പോൾ बहुत आसान पाया। പേപ്പറുകളെല്ലാം വളരെ എളുപ്പമായിരുന്നു. ഫലം വന്നപ്പോൾ വഹാബ് ആദം സാഹിബ് ക്ലാസിൽ 1ാം സ്ഥാനത്തായിരുന്നു. जो बाज और साथ इनके हिस्से में आई, മറ്റു ചില സൗഭാഗ്യങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചത്, ഒന്നാമത്തെ കേന്ദ്ര ആഫ്രിക്കൻ മിഷണറി വഹാബ് സാഹിബായിരുന്നു. ഒന്നാമത്തെ ഘാനിയൻ അമീർ മിഷണറി ഇദ്ദേഹമായിരുന്നു. ഒന്നാമത്തെ ആഫ്രിക്കൻ അഹമ്മദി ഖലീഫത്തുൽ മസീഹിന്റെ സാന്നിധ്യത്തിൽ അമീർ മക്കാമി റബ്വ ആകാൻ സാധിച്ചതും ഇദ്ദേഹമായിരുന്നു. मिशनरी जिन्हें यूरोप പ്രഥമ ആഫ്രിക്കൻ മിഷണറി യൂറോപ്പിൽ സേവനമനുഷ്ഠിച്ച വ്യക്തി അതും ഇദ്ദേഹമായിരുന്നു. മജ്ലിസ് आजादी मेंबर बनने ഇഫ്തായ മെമ്പറാകാൻ കഴിഞ്ഞ ആദ്യത്തെ ആഫ്രിക്കൻ ഇദ്ദേഹമായിരുന്നു. വഹാബ് സാഹിബ് ആയിരുന്നു. की नुमाइंदगी में मुख्तलिफ
ഇദ്ദേഹത്തിന് കേന്ദ്രത്തിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് വിവിധ നാടുകളിൽ സന്ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാനഡ, ജർമ്മനി, ബെനിൻ, മാലി, ഐവറി കോസ്റ്റ്, നൈജീരിയ, ബുർക്കിന ഫാസോ, ലൈബേറിയ, സിറാലിയോൺ, ജമൈക്ക इम्तियाज और इस्लाम എന്നീ നാടുകളിൽ ഇസ്ലാമും വർഗവർണ്ണ വിവേചനം, ഇസ്ലാമും ക്രിസ്തുമതം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണ ഉപന്യാസം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. ഉമ്മയുടെ പേരിൽ ഒരു ഫൗണ്ടേഷനും സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആതുര സേവനത്തിൽ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. जमात अहमदिया घाना അഹമ്മദിയ ജമാഅത്ത് ഖാന ഇദ്ദേഹത്തിന്റെ ഇമാരത്ത് കാലഘട്ടത്തിൽ നല്ല പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. कुछ तो स्कूल पहले അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കുറച്ച് സ്കൂൾ മുമ്പുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സ്കൂൾ തുറന്നു. मजीद उनमें बेहतरी पैदा हुई. അതിൽ നല്ല മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാക്കി. ജമാഅത്ത് അഹമ്മദിയുടെ 400-ൽ കൂടുതൽ സ്കൂളുകൾ ट्रेनिंग कॉलेज അവിടെയുണ്ട്. ഇത് കൂടാതെ ടീച്ചർ ട്രെയിനിംഗ് കോളേജ്, ജാമിയത്തുൽ മുബശ്ശിർ, ജാമിയ അഹമ്മദിയ ഇന്റർനാഷണൽ, इसी तरह ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ്. ഇതേപോലെ 7 വലിയ ഹോസ്പിറ്റലുകളുണ്ട്, 2 ഹോമിയോപ്പതി ക്ലിനിക്കുകളുണ്ട്. അതെല്ലാം ഖാനയിൽ സേവനം ചെയ്തു വരുന്നു. क़यामा के काम जारी हैं. ഇതുപോലെ ആതുര സേവന രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് പ്രിന്റ് മീഡിയയിൽ ജമാഅത്തിന് വലിയ സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. ഖാനയുടെ 2 राहें जो हैं ഹൈവേകളിൽ വളരെ उन्होंने बड़ी कोशिश പ്രസക്തി ഉള്ളതാണ്. അത് 2 ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 ഫോട്ടോകൾ അതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ വന്നും പോകുന്ന ആളുകൾ അത് കാണുന്നതാണ്. ഏതൊരു മസീഹിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്, വരാനുള്ള മസീഹ് വന്നിരിക്കുന്നു എന്ന എഴുതിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ തുറന്ന രീതിയിൽ തബ്ലീഗ് ചെയ്യുന്നു. इनको जो दुनियावी इजाज़त मिले ഇദ്ദേഹത്തിന് वो ये हैं कि ഭൗതിക ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. कोरिया में इंटर रिलीजियस और കൊറിയയിൽ ഇന്റർ റിലീജിയസ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ വേൾഡ് പീസ്, അമേരിക്കയിൽ നിന്നും സമാധാനത്തിനുള്ള നിസ്വാർത്ഥവും സുത്യർഹവുമായ സേവനത്തിനായി അംബാസിഡർ ഫോർ പീസ് എന്ന ബഹുമതി നൽകി. ഗവൺമെന്റ് ഓഫ് ഘാനയിൽ നിന്നും അമീർ സാഹിബ് ഖാനക്ക് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, നാട്ടിൽ ശാന്തി സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ആ നാട്ടിലെ ഒരു ഉന്നത ബഹുമതിയായി കമ്പാനിയൻ ഓഫ് ദ വോൾട്ടാസ് നൽകുകയുണ്ടായി. 2007 को 10 നവംബർ 2007 की बड़ी അദ്ദേഹത്തിന്റെ കഴിവുകളെ പരിഗണിച്ചുകൊണ്ട് ആ നാട്ടിലെ വലിയ യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ഓഫ് കേപ്പ് കോപ്പ് नवाजा PhD-യുടെ ഡിഗ്രി നൽകി. नेक नियति से ഇവയാണ് बरकत സദ്ദേശത്തോടുകൂടി ചെയ്ത വഖഫിന്റെ അനുഗ്രഹങ്ങൾ. अल्लाह ताला ने ദീനി സേവനത്തോടൊപ്പം ഭൗതിക ബഹുമതികളും അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. अगर वक्फ ना होते तो पता नहीं. അദ്ദേഹം വഖഫ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, മറ്റു പല ജോലിയും ചെയ്തിരുന്നുവെങ്കിൽ വഹാ സാഹിബ് ആരായിരുന്നു എന്ന് ആരും അറിയില്ലായിരുന്നു. फिर इंटरनेशनल सतह पर ഇന്റർനാഷണൽ ലെവലിൽ यहाँ दर्ज झैल हैं. ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചുടച്ചേർക്കുന്നു. സെന്റർ ഫോർ ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് ഘാന യുടെ മെമ്പറായിരുന്നു. इंटीग्रिटी इनिशिएटिव ഘാന ഇന്റഗ്രേറ്റീവ് വൈസ് ചെയർമാൻ ആയിരുന്നു. मेंबर थे. നാഷണൽ പീസ് കൌൺസിലിന്റെ മെമ്പറായിരുന്നു. किया वहाँ की सियासी അവിടെയുള്ള രാഷ്ട്രീയ ഭരണകൂടത്തെ സഹായിക്കാനായി സമാധാനത്തോടെ പ്രവർത്തിക്കാൻ വലിയ സേവനമാണ് അദ്ദേഹം ചെയ്തത്. കോ ഫൗണ്ടർ ആൻഡ് നാഷണൽ പ്രസിഡന്റ് ഓഫ് കൌൺസിൽ ഓഫ് റിലീജിയസ്, അതിൽ വിവിധ മതസ്ഥാപകരുടെ പ്രാതിനിധ്യം ഉള്ളതാണ്. അതിലെ മെമ്പറാണ്. നാഷണൽ കോൺഫെഡറേഷനിലെ മെമ്പറായിരുന്നു. जब ये यहाँ थे 1974 में जो पाकिस्तान 1974 ഇവിടെ ആയിരുന്നപ്പോൾ പാകിസ്ഥാനിൽ ജമാഅത്തിനെതിരെ രൂക്ഷമായ ആക്രമണം നടക്കുകയായിരുന്നു. പരീക്ഷണത്തിന്റെ കാലമായിരുന്നു. ഇവിടെ നിന്നുകൊണ്ട് വഹാബ് സാഹിബ് മസ്ജിദ് ഫസൽ ഇമാമും ആയി ചേർന്ന് രാപ്പകൽ പ്രവർത്തിച്ചു. പല രാത്രികളും ഉറക്കമൊഴിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രസ്, മീഡിയ, നമ്മുടെ നിലപാട് എന്നിവ അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. 1973 में 1973 मुस्लिम हेरल्ड का नायब മുസ്ലിം ഹെറൾഡിന്റെ നായിബ് എഡിറ്ററായി വഹാബ് സാഹിബ് നിയമിക്കപ്പെട്ടു. ഈ മാഗസിനിൽ 2 പുതിയ പങ്ക്തികൾ അദ്ദേഹം തുടങ്ങി. ലണ്ടൻ ഡയറിയുടെ പേരിൽ ഒന്ന്, അതിൽ 1 മാസത്തെ പ്രവർത്തന റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരുന്നു. മറ്റൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ എന്ന പേരിലും. അതിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. के अलावा मरहूम ने ഇത് കൂടാതെ മർഹൂം ലണ്ടൻ മിഷന്റെ സ്റ്റഡി സർക്കിളിൽ വിവിധ വിഷയങ്ങൾ സമർപ്പിച്ചു. അതിൽ കൂടുതൽ പുതിയ തലമുറയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത്. सदर मुमलिक घाना നായിബ് സദർ ഘാന കൊയ്സി ബിഖയ അഖ്തർ പറയുന്നു, कहते हैं कि वो हमारी कौम का അദ്ദേഹം നമ്മുടെ നാട്ടിന്റെ शान रहनुमा था.
അത്യുന്നതമായ ഒരു വഴികാട്ടിയായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഘാന ഈ മഹാനായ വഴികാട്ടിയുടെ വേർപാടിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പവും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനോടൊപ്പവും ദുഃഖത്തിൽ തുല്യമായി പങ്കുചേരുന്നു. വഹാബ് ആദം സാഹിബിന് ഈ നാട്ടിൽ സമാധാനം സ്ഥാപിക്കാനായുള്ള പരിശ്രമത്തിൽ അദ്ദേഹത്തെ എപ്പോഴും നാം ഓർക്കുന്നതാണ്. അദ്ദേഹത്തിന്റെയും അദ്ദേഹം കുറെ കാലം നേതൃത്വം നൽകിയ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെയും വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടി ചെയ്ത സ്തുത്യർഹമായ സേവനങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കില്ല. സ്കോളറും മതനേതാവുമായ വ്യക്തിക്ക് ദുഃഖത്തോടെ വിട പറഞ്ഞുകൊണ്ട് ഏതൊരു സമാധാനത്തിന് സ്ഥാപിക്കാനായാണോ അദ്ദേഹം പ്രവർത്തിച്ചത് അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മുൻ ഖാന പ്രസിഡന്റ് ജോൺ അജുക്കോൺ കോഫ സാഹിബ് പറയുന്നു, ഒരു വലിയ മതനേതാവും ജനകീയ നേതാവുമായിരുന്നു. ഡോക്ടർ മുസ്തഫ അഹമ്മദ് മെമ്പർ ഓഫ് പാർലമെന്റ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. പറയുന്നു അദ്ദേഹം, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം മുസ്ലിമാണല്ലോ. ഖാനയ്ക്ക് തന്റെ അഭിമാനാർഹനായ ഒരു മകനെയാണ് നഷ്ടപ്പെട്ടത്. സമാധാനത്തിനായി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നും സമൂഹം തുടർച്ചയായി ഫലമെടുക്കുന്നതാണ്. അദ്ദേഹം ചെയ്ത നിസ്തുലമായ സേവനങ്ങളെ മുൻനിർത്തി എപ്പോഴും ഓർക്കുന്നതാണ്. അള്ളാഹു സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഉന്നത സ്ഥാനം നൽകട്ടെ. ചാൾസ് ജി പാമർ ബക്കൽ കത്തോലിക് ആർച്ച് ബിഷപ്പ് ഓഫ് അക്ര ആണ്. പറയുന്നു, മനുഷ്യ സേവനത്തിനായി അക്ഷീണനായി പ്രവർത്തിച്ച നേതാവായിരുന്നു. സമാധാനത്തിന്റെ പ്രവാചകനായിക്കൊണ്ട് ദൈവസ്നേഹം വിതരണം ചെയ്തുകൊണ്ടിരുന്നു. മൗലവി ഏതൊരു ഉന്നത കാഴ്ചപ്പാടിൽ അടിയുറച്ചു നിന്നും ഏതൊന്നിനായി അദ്ദേഹം പ്രവർത്തിച്ചോ അത് എപ്പോഴും നിലനിർത്തേണ്ടതാണ്. റവറൻ പ്രൊഫസർ ഇമാനുവൽ സാന്റേ മാത്തഡിസ്റ്റ് ചർച്ചിന്റെ സദർ ബിഷപ്പാണ്. നാഷണൽ പീസ് കൌൺസിലിന്റെ ചെയർമാനാണ്. എഴുതുന്നു, ഒരു സമാധാനകാംക്ഷിയും ദേശസ്നേഹിയും ആയ വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ദൈവത്തിലെ അടുത്തേക്ക് പോയി. നാഷണൽ പീസ് കോൺഫറൻസ് അദ്ദേഹത്തിന്റെ സമാധാന സ്ഥാപനത്തിനായി നിലനാട്ടിയ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നതാണ്. മറ്റുള്ള പലരും ഇങ്ങനെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ആജി മുഹമ്മദ് ഗാഡു സാഹിബ് ഗവൺമെന്റ് കൌൺസിലിൽ ഖാന കൌൺസിൽ മസായിബ് ബരായെ അമൻ വൈസ് ചെയർമാനാണ് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വലിയ തൂണിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മറ്റു നാടുകളിൽ അഹമ്മദികളെ മുസ്ലിങ്ങളെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ മുസ്ലിം സംഘടനകൾ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ഖാനയുടെ ഒരു ശക്തനായ തൂണാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം വിവിധ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദത്തിന്റെ പാലം പണിതും മൗലവി വഹാബ് ആദം നല്ല കഴിവുള്ള വ്യക്തിയും സൗഹൃദം സ്ഥാപിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാവുമായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം മനുഷ്യ സേവനത്തിനായി ചെലവഴിച്ചു, വഴികൾ വെട്ടിത്തെളിയിച്ചു. ഇദ്ദേഹത്തിന്റെ മകൻ ഇദ്ദേഹത്തെ കുറിച്ച് ചിലത് എഴുതിയിട്ടുണ്ട്. ഹസൻ വഹാബ് സാഹിബ് പറയുന്നു, പിതാവ് അഹമ്മദിയ ഖിലാഫത്തിനോട് യഥാർത്ഥ കൂറുള്ള വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഖലീഫയോട് മാർഗങ്ങൾ തേടുമായിരുന്നു. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഹുസൂറിന് മാർഗനിർദ്ദേശത്തിന് എഴുതുന്നു. ഉദാഹരണമായി, മരണത്തിന് ഒരാഴ്ച മുമ്പ് രോഗം കാരണം വളരെയധികം ക്ഷീണിച്ചും ഡോക്ടർ സാഹിബ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സാഹിബിനോട് പറഞ്ഞത്, ഞാൻ ആദ്യം ഖലീഫയോട് കത്തെഴുതി അനുവാദം ചോദിക്കട്ടെ, എന്നിട്ട് പോകാം എന്നുള്ളതാണ്. നന്ദി പ്രകടനത്തെക്കുറിച്ച് മകൻ എഴുതുന്നു, ജീവിതത്തിനുള്ള നല്ല അനുഭവം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങൾ കേൾപ്പിക്കാനുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. 1990 ഇദ്ദേഹത്തിന്റെ ഒരു മകൻ നാട്ടിൽ നിന്നും പുറത്തുപോയി. അദ്ദേഹം വഹാബ് സാഹിബിനോട് ഒരു പരാതിപ്പെട്ടു. വീടുമായി ബന്ധപ്പെടുന്നതിൽ കുറെ താമസം വരുന്നു. വളരെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കത്തുകൾ എത്തുന്നത്. ഇന്റർനെറ്റ് പോലുള്ള സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വഹാബ് സാഹിബ് പറഞ്ഞു, നോക്കൂ, ഞാൻ റബ്ബയിൽ പഠിക്കുമ്പോൾ എന്റെ ഉമ്മയ്ക്ക് ഞാൻ എഴുതിയ കത്ത് എത്താൻ 6 മാസം എടുക്കുമായിരുന്നു.
അള്ളാഹുവിന് നിങ്ങൾ നന്ദിയുള്ളവരായി തീരേണ്ടതാണ്. ഇന്ന് ഇത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുന്നു. हमने देखा ചിലപ്പോൾ काम शुरू करते ഞങ്ങൾ കണ്ടിരുന്നത് സുബൈ നമസ്കാരത്തിന് ശേഷം ജോലി തുടങ്ങി നമസ്കാരങ്ങൾ ഭക്ഷണത്തിനും അല്ലാതെ രാത്രിയും പകലും അടുത്ത സുബൈ വരെ ജോലി ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. തന്റെ ജീവിതത്തിലെ അവസാന നാളുകളിൽ രോഗം കാരണം ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് കിടന്ന് ജോലി ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. കിടന്നുകൊണ്ട് നീണ്ട കത്തുകൾ എഴുതിയിട്ടുണ്ട്, നോട്ട്സുകൾ എഴുതിയിട്ടുണ്ട്. അവസാനം വരെ അദ്ദേഹത്തിന്റെ കത്തുകൾ എനിക്ക് വന്നിട്ടുണ്ട്. हाथ से देखते थे। എനിക്ക് കത്തെഴുതുമ്പോൾ സ്വന്തം കൈകപടത്തിലാണ് എഴുതാറുള്ളത്. മാത്രമല്ല ഉറുദു ഭാഷയിലാണ് എഴുതാറുള്ളത്. सब्र और हौसले के बारे में സൽസ്വഭാവം, ക്ഷമ, ധൈര്യം എന്നീ കാര്യങ്ങളെക്കുറിച്ച് മകൻ എഴുതുന്നു. इंसान थे। നല്ല പ്രകൃതക്കാരനായിരുന്നു. बीमारी के ഉദാഹരണമായി രോഗാവസ്ഥയിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ജീവിതവുമായി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം തന്റെ പ്രയാസങ്ങളൊന്നും പറഞ്ഞില്ല. पूछते ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയാറുള്ളത് മുമ്പത്തേക്കാൾ नजर आ रहा था। മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിത്യവും ക്ഷീണിക്കുകയാണെന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. തന്റെ രോഗത്തിന്റെ കഠിന നാളുകളിൽ പോലും തമാശ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന രോഗത്തെ വളരെ ക്ഷമയോടെ നേരിടുകയുണ്ടായി. അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ഷമ അള്ളാഹുവിന്റെ करने के लिए പ്രീതി കരസ്ഥമാക്കാൻ ചെയ്യുന്നവർക്ക് ഇങ്ങനെ സഹിക്കാൻ കഴിയുകയുള്ളൂ. ചിലർ പറയാറുള്ളത് ഇദ്ദേഹത്തിന് രോഗത്തിന്റെ അപകടാവസ്ഥ അറിയില്ല എന്നുള്ളതാണ്. പാൻക്രിയാസിൽ ക്യാൻസർ ആയിരുന്നു. എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു. എന്നാൽ ये नहीं थे അള്ളാഹു നൽകിയ ജീവിതത്തിൽ സംതൃപ്തനായിരുന്നു. ഈ രോഗത്തിൽ നിന്നും അള്ളാഹു ഷിഫ നൽകുകയാണെങ്കിൽ ശരി, ഇനി बीमारी എന്താണോ या അവന്റെ വിധി അത് നടപ്പിൽ വരട്ടെ. ഇത് സംബന്ധമായി സുബൈർ ഖലീൽ സാഹിബ് എഴുതുന്നു. കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ പോയപ്പോൾ ചെക്കപ്പ് നടത്താൻ അദ്ദേഹത്തോടൊപ്പം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ അടുത്ത് പോകാൻ സാധിച്ചു. उनकी जानलेवा ഡോക്ടർ ഈ അപകടകരമായ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒരു ദൈവമുണ്ട്. वक्त को भी हम दुआ के लिए कहते हैं। ഖലീഫയോട് ഞങ്ങൾ ദുആക്കായി പറയാറുണ്ട്. അദ്ദേഹം ഞങ്ങൾക്കായി ദുആ ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടം എന്റെ മരണത്തിലാണെങ്കിൽ അതിലും ഞാൻ തൃപ്തനാണ്. ഡോക്ടർ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേട്ട് വളരെയധികം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. कहते हैं ख्वाब में देखा था जिसमें സ്വപ്നത്തിൽ ഞാൻ കണ്ടു ആരോ എഴുതുന്ന ഒരാള് എഴുതുകയാണ്. लिखने वाले അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തിന്റെ കുറിച്ചാണ് എഴുതുന്നത്. आप कहते हैं टीवी पे ये कह रहे ആ സ്വപ്നത്തിൽ കാണുന്നത് ടിവിയിൽ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നതായിട്ടാണ്: അമീർ ഖാൻ ഒരു നൂറാണ്, പ്രകാശമാണ്. हैं। फिर इनके बेटे कहते हैं मेहमान ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, से मिलने के लिए जाते അതിഥി സൽക്കാരം ഇദ്ദേഹത്തെ ആര് കാണാൻ പോയാലും ജ്യൂസ് സമർപ്പിക്കുമായിരുന്നു, സ്വയം സമർപ്പിക്കുമായിരുന്നു. മുസ്ലിങ്ങളും ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വഹാബ് സാഹിബ് തന്റെ മക്കളെ പോലെയാണ് ഞങ്ങളോട് പെരുമാറിയിരുന്നത്. മശ്വര ചോദിച്ചവരെ സഹായിച്ചിരുന്നു. ഖാനയിൽ खासतौर पे बड़ा होता है തേങ്ങ കുറെ ഉള്ളതാണ്. അതിഥികൾക്ക് നൽകാൻ ഇളനീർ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. गए हुए थे पिछले दिनों। അതിഥികൾക്ക് നൽകാനായി वो कहते हैं कि മുബാരക് ജഫർ സാഹിബ് കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. कोशिश ये थी कि खुद പറയുന്നു, രോഗിയായിരുന്നിട്ട് പോലും സ്വയം ഇളനീർ വെട്ടി സ്റ്റോക്ക് ഇട്ട് दूसरों की मदद से उन्होंने നൽകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. കൈ ശരിക്കും ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരുടെ സഹായത്താൽ സ്ട്രോ ഇട്ട് കൊടുത്തു. അവസാന നിമിഷം വരെ അതിഥി സൽക്കാരം പൂർണ്ണമായും നിറവേറ്റാൻ ശ്രമിച്ചു. बिशारत बशीर साहब की अहलिया ബിഷാറത്ത് ബഷീർ സാഹിബിന്റെ ഭാര്യ साहिबा लिखती हैं कि वहाब എഴുതുന്നു, तालीम मुकम्मल വഹാബ് സാഹിബ് തന്റെ പഠനം പൂർത്തിയാക്കി वहाब साहब की तबीयत നല്ല മൊബിലിയായി വഹാബ് സാഹിബ് പുറത്തുപോയി. വഹാബ് സാഹിബ് തന്റെ പ്രകൃതത്തിൽ തുടക്കത്തിൽ തന്നെ വളരെ വിനയമുണ്ടായിരുന്നു. 1954 എന്റെ വിവാഹം നടന്നു. ഞാൻ കണ്ടത് വഹാബ് സാഹിബ് എന്റെ വീട്ടിൽ വരുമായിരുന്നു. मैं बहुत घबरा जाती कि എന്നിട്ട് പറയും, മൗലാന സാഹിബിന് ഷൂ നൽകിയാലും മൗലാന ബഷീർ സാഹിബിന്റെ ഷൂ ആണ് ഉദ്ദേശിക്കുന്നത്, അത് പോളിഷ് ചെയ്യാനാണ്. ഞാൻ ആശ്ചര്യപ്പെടുമായിരുന്നു, മുബല്ലിയാകുന്ന കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്നാൽ അദ്ദേഹം നിർബന്ധിച്ച് അത് വാങ്ങുമായിരുന്നു. കാരണം അദ്ദേഹത്തോട് इसी तरह उन्होंने റബുബയിൽ വന്നപ്പോൾ ഉസ്താദ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനായിരുന്നു. മാത്രമല്ല ഉസ്താദിനെ ആദരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ബിഷാറത്ത് ബഷീർ സാഹിബിന്റെ മരണത്തിൽ അദ്ദേഹം ഒരു നീണ്ട ലേഖനം എഴുതിയിരുന്നു. ഇദ്ദേഹം അത് പറഞ്ഞപ്പോൾ സന്തോഷിക്കുകയും ചെയ്തു.
ദയ, കാരുണ്യം എന്നീ ഗുണങ്ങളെക്കുറിച്ച് മകൻ എഴുതുന്നു. ജനങ്ങളെ സഹായിക്കുന്നതിൽ തന്റെ ബന്ധങ്ങളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നതായി छोटा सा काम शुरू कर പല സംഭവങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം നേരത്തെ അറിയാത്ത ആളുകൾക്ക് സഹായം നൽകിയിരുന്നു. ഒരു വിധവ അവിടെ വരികയുണ്ടായി. പറഞ്ഞു, ഞാൻ വിധവയാണ്, ചെറിയ എന്തോ ജോലി ചെയ്യാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് അതിന് സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. പിതാവും ആ സ്ത്രീയെ അറിയില്ലായിരുന്നു. എന്നാൽ അവരെ സഹായിച്ചു. അങ്ങനെ അവർക്ക് സ്വന്തം ബിസിനസ് തുടങ്ങാൻ സാധിച്ചു. കുട്ടികളോട് സൽപെരുമാറ്റമായിരുന്നു. കുട്ടികളെ കാണുമ്പോൾ ചോക്ലേറ്റും ബലൂണും നൽകും. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എപ്പോഴും അതുണ്ടായിരിക്കും. बल्कि किसी ने मुझे शिकायत की कि इनका सलूक ऐसा है। ആരോ എന്നോട് ഇത് സംബന്ധമായി പരാതിപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസം ഏതായാലും വരുന്നില്ല, എന്നാലും ഞാൻ അത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വകയായി സ്വയം പ്രയാസപ്പെട്ടെങ്കിലും ജനങ്ങളെ പരിഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും പരാതിപ്പെടുന്ന ഒരു സംഘം ഉണ്ടാകും. അവരോട് നല്ല രീതിയിൽ നമ്മൾ എത്ര തന്നെ വർത്തിച്ചാലും ശരി. खिलाफत के साथ ताल्लुक ഇതേപോലെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങൾ പറയുന്നു. कोई काम पूछे बगैर नहीं करना। डॉक्टर तहसीर साहब ഒരു പ്രവൃത്തിയും ചോദിക്കാതെ ചെയ്യില്ല. ഡോക്ടർ തസീർ സാഹിബ് എഴുതുന്നു, ये था വഹാ സാഹിബിന്റെ ഒരു ഗുണം हमेशा करनी है। അനുസരണം എന്നതായിരുന്നു. ഖിലാഫത്ത് റാബിയയിൽ ഒരിക്കൽ ഒരു അനഹമ്മദി रेडियोग्राफर की तरफ से एक्सरे प्लांट ഡോക്ടർ, ഇദ്ദേഹം ഡോക്ടറായിരുന്നു, ഒരു അനഹമ്മദി दिखाई दे रही റേഡിയോഗ്രാഫർ ഒരു എക്സ്റേ പ്ലാൻ അവിടെ ഹോസ്പിറ്റൽ സ്ഥാപിക്കണം അതിനുള്ള അഭിപ്രായം പറഞ്ഞു. അതിനു ബാഹ്യമായി നോക്കിയാൽ ഹോസ്പിറ്റലിൽ നല്ല നേട്ടമുണ്ടാകുന്നതായിരുന്നു. ഞാൻ വഹാസാഹിബിനോട് പറഞ്ഞു. അപ്പോൾ വഹാസാഹിബ് പറഞ്ഞു, ആദ്യം ഖലീഫയോട് ചോദിച്ചിട്ട് അനുവാദം വാങ്ങുക, എന്നിട്ടേ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാവും. അനുവാദം ചോദിച്ചു, പക്ഷേ അനുവാദം കിട്ടിയിട്ടില്ല. ഇത് കാരണം പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയുണ്ടായി. മഹ്മൂദ് നാസിർ സാക്കിബ് സാഹിബ് മാലി അമീർ സാഹിബ് പറയുന്നു, ഇദ്ദേഹം മുമ്പ് മുൽക്കിനോ ഫാസിബിൽ നിന്നിട്ടുണ്ട്. മഹ്മൂദ് നാസിർ സാഹിബ് പറയുന്നു, വഹാബ് സാഹിബ് അദ്ദേഹത്തിന് ശേഷം വരുന്ന लिए एक नेक नमूना നമുക്ക് ഒരു വഴികാട്ടിയായി മാറി. कारकुन के साथ मुतअद्दिद दफा मिलने का मौका मिला। അദ്ദേഹവുമായി പലപ്പോഴും കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു. ഞാൻ गांव में वो झोंपड़ी देखी സബക് ദിങ്ക ഗ്രാമത്തിൽ ബുൽക്കിനോ ഫാസുവിൽ വഹാബ് സാഹിബ് താമസിച്ച കുടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 1986 അദ്ദേഹത്തിന്റെ പ്രയത്നഫലമായി बुर्किना फासो की रजिस्ट्रेशन ബുൽക്കിനോ ഫാസുവിൽ ജമാഅത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 2005 ബുൽക്കിനോ ഫാസുവിൽ ജൽസ സാലാനയിൽ को जो मैंने नुमाइंदा ഇദ്ദേഹത്തെ ഞാൻ പ്രതിനിധിയായി അയച്ചപ്പോൾ ताज़ा की പല ഓർമ്മകളും അദ്ദേഹം അവിടെ അയവിറക്കുകയുണ്ടായി. ഏതൊരവസ്ഥയിലാണ് ബുർക്കിനോ ഫാസിൽ അദ്ദേഹം വന്നത്, ജമാഅത്തിന്റെ രജിസ്ട്രേഷൻ നടന്നത്, ഇങ്ങനെ പല പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതെല്ലാം ദൂരീകരിക്കപ്പെടുകയുണ്ടായി. ബുർക്കിനോ ഫാസിലെ ജമാഅത്ത് ഇദ്ദേഹം മുഖേനയാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇദ്ദേഹം അവിടെ പോകാറുണ്ടായിരുന്നു. ഞങ്ങളും ഇത് കണ്ടതാണ്. ഖിലാഫത്ത് ജൂബിലി ജൽസയിൽ ബുർക്കിനോ ഫാസിലെ കാഫില സൈക്കിളിൽ പുറപ്പെട്ടു. അദ്ദേഹം സന്ദേശം അയച്ചു, തമാലോയിൽ വന്ന് അദ്ദേഹം സ്വയം സ്വീകരിക്കുന്നതാണ് എന്ന്. അദ്ദേഹത്തിന് തിരക്കായിരുന്നു. അവിടെ പോയി 10-300 കിലോമീറ്റർ യാത്ര ചെയ്താണ് പോയത്. അതിർത്തിയിൽ പോയി അവരെ സ്വീകരിച്ചു. ഹാഫിസ് മസൂദ് സാഹിബ് പറയുന്നു, के अहमदी हज ने ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് बड़ी अफवाहें फैलाई हैं। ഉള്ള ഒരു സംഭവമാണ് ആഫ്രിക്കയിൽ പ്രചരിക്കപ്പെട്ടത്. അഹമ്മദികൾ ഹജ്ജ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മുബല്ലിഗ്മാർ ഹജ്ജ് ചെയ്യണം. അതിനായി ഒരു സ്കീം അദ്ദേഹം തുടങ്ങുകയുണ്ടായി. मैंने മസൂദ് സാഹിബ് പറഞ്ഞു, ഞാൻ ബാഹ സാഹിബിനോട് ചോദിച്ചു, लोगों के लिए नाम पेश करते हैं। നിങ്ങൾ മറ്റുള്ളവരുടെ പേരുകൾ നൽകാറുണ്ട്, സ്വന്തം എന്തുകൊണ്ട് താങ്കൾ പോകുന്നില്ല ഹജ്ജ് ചെയ്യാൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ ഹാജിയാണ്, എനിക്ക് കാര്യം മനസ്സിലായില്ല. എന്റെ വെപ്രാളം കണ്ട് പറഞ്ഞു, ഒരിക്കൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ കാലത്ത് अदा किया ഞാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഗാനയിലെ മതകാര്യ മന്ത്രി മുസ്ലിമായിരുന്നു. അദ്ദേഹം എതിർത്തു, എനിക്ക് വിസ നൽകിയില്ല. चर्चे के बाद हज़रत क़रीब मसीह सालिस കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസുമായി ഞാൻ മുലാഖാത്ത് നടത്തി. ഹുസൂർ പറഞ്ഞു, नाम मिलने की क्या वजूहत വിസ ലഭിക്കാത്തതിനുള്ള കാരണം എന്താണ്? ये बताया। അദ്ദേഹം കാരണം പറഞ്ഞു. കുറച്ച് सालिस को इधर खामोश रहे। നേരം ഹുസൂർ നിശബ്ദനായിരുന്നു. वो कहते അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കശ്ഫിലൂടെ അള്ളാഹു കാണിച്ചത് നിങ്ങൾ കഅബ തവാഫ് ചെയ്യുന്നു, താങ്കളോടൊപ്പം 60,000-70,000 ആളുകൾ കൂടെ തവാഫ് ചെയ്യുന്നുണ്ട്. പറയുന്നു, तो कहते इसलिए मैं तो पहले ही അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഹാജിയാണ്, ഓൾറെഡി ഹാജിയാണ് ഞാൻ. ക്ഷമ खासियत थी इनकी। कहते हैं ഇദ്ദേഹത്തിന്റെ വലിയൊരു ഗുണമായിരുന്നു. सबर का हाल ക്ഷമയുടെ ഒരു ഉദാഹരണം എന്റെ മനസ്സിലുണ്ട്. इस रोज इनके
एक दामाद ഒരു अमेरिका മരുമകൻ അമേരിക്കയിൽ जो ആയിരുന്നു. गए थे, അന്ന് അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. ആരോ डाका डाला और इनको उनके जगह पे കൊള്ളയടിച്ചു कत्ल कर दिया. അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. गाना की ആ ദിവസം ജാമിയ അഹമ്മദിയ ഖാനയുടെ വാർഷിക യോഗവും സമ്മാനദാനവും നടക്കുകയായിരുന്നു. आने से कबल പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പേ അമീർ സാഹിബിന് ഈ സംഭവം അറിയാമായിരുന്നു. एक बात ഒരു പിതാവെന്ന നിലയിൽ बेटी बेवा हो गई है, തന്റെ മകൾ വിധവയായിരിക്കുന്നു. जवान बेटी തീർച്ചയായും പ്രയാസമുണ്ടാകും. 3 മക്കളുള്ള ചെറുപ്രായത്തിലുള്ള മകൾ 4 മണിക്കൂർ ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നതിന്റെ ഒരു ബഹിർപ്രകടനവും മുഖത്ത് വരാൻ അനുവദിച്ചില്ല. गुजारा എല്ലാ പരിപാടികളും വളരെ സന്തോഷത്തോടെ കഴിച്ചുകൂട്ടി. खत्म हो गया വൈകുന്നേരം എല്ലാം കഴിഞ്ഞപ്പോഴാണ് कि ये हादसा ഞങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം നടന്നതായി അറിയിക്കുന്നത്. എന്റെ മകൾ ചെറുപ്രായത്തിൽ തന്നെ ഇന്ന് വിധവയായി കഴിഞ്ഞിരിക്കുന്നു. മരുമകനെ ഈ രീതിയിൽ അവിടെ വധിക്കുകയുണ്ടായി. बेग साहब ഒരു റഷ്യൻ സുഹൃത്ത് കനാഅത്ത് ബേഗ് സാഹിബ് പറയുന്നു, റഷ്യനാണ്. 2008 में जलसा 2008 ജൽസ സാലാന ഖാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു. अमीर साहब घाना की तरफ से इनकी रिहाइश पर दावत दी गई. अपनी रवायती लिबास में मुझे मिले, गले लगाए. അമീർ സാഹിബ് ഖാനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ വസ്ത്രം ധരിച്ചിരുന്നു. कि मेरी सब ആലിംഗനം ചെയ്തു. എന്റെ 5 ദിവസത്തെ യാത്രാക്ഷീണം പൂർണ്ണമായും ഇല്ലാതാകുന്ന രീതിയിലായിരുന്നു എന്നെ സ്വീകരിച്ചത്. देखता हूँ तो അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് അത് ഓർമ്മ വരികയാണ്. ये अदा भी बड़ी पसंद आई. അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് ആ രാജ്യത്തെ പ്രസിഡന്റ് കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രസിഡന്റിന് നൽകിയ അതേ ആദരവ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് നൽകി. അദ്ദേഹം വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വലിയ കുടയും പിടിച്ച് നിൽക്കുകയായിരുന്നു. രണ്ടുപേരോടും ഒരേപോലെ ചോദിച്ചു, നിങ്ങൾക്ക് ക്ഷീണം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? പാവപ്പെട്ടവനോടും ഉന്നതരോടും പരിഗണിച്ചു ഒരേ രീതിയിൽ. गेस्ट हाउस में ഗസ്റ്റ് ഹൌസിലായിരുന്നു ഞങ്ങളുടെ താമസം. तो അവിടെ मस्जिद മസ്ജിദിൽ പൊതുവിൽ लाइनों की സഫിനായി ഒരു വിരിക്കാറില്ല. तो जाए नमाज വഹാബ് സാഹിബ് का सफेद सीधी है कि സഫ് ശരിയാക്കാൻ तो ये जो मेहमान आए हुए थे പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ അതിഥിയായ റഷ്യക്കാരന് നമസ്കാര പടം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം കണ്ടു. ഒരുപക്ഷെ നിലത്ത് ശരിക്കും നമസ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് കരുതിക്കൊണ്ട് വഹാബ് സാഹിബ് തന്റെ നമസ്കാര പടം അദ്ദേഹത്തിന് നൽകി. സ്വന്തം ഒന്നുമില്ലാതെ നമസ്കരിച്ചു. 2 जाए नमाजें लेकर അടുത്ത ദിവസം മുതൽ 2 നമസ്കാര പടം അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. माजिद साहब कहते हैं कि മാജിദ് സാഹിബ് പറയുന്നു, जो उनको ताल्लुक था और ഖിലാഫത്തിനോടുള്ള ബന്ധം എന്തുമാത്രമായിരുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. कहते हैं कि यहाँ गुज़श्ता साल दोपहर കഴിഞ്ഞ വർഷം खाना ഉച്ചക്ക് ഇവിടെ ഓഫീസിൽ വന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. इस पर कहते हैं मैंने അദ്ദേഹം പറഞ്ഞു, ഖാനയിലേക്ക് എനിക്ക് ഫോൺ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമീർ സാഹിബ് ആദ്യം ഭക്ഷണം കഴിക്കൂ, എന്നിട്ട് ഫോൺ ചെയ്താൽ പോരെ. പറഞ്ഞു, പറ്റില്ല, ഉസൂറിന്റെ ഒരു നിർദ്ദേശമുണ്ട്, ഇപ്പൊ കിട്ടിയതാണ്, ഉടൻ തന്നെ എനിക്ക് അവിടെ എത്തിക്കണം, അതനുസരിച്ച് അവിടെ പ്രവർത്തിക്കണമെന്ന് പറയാനാണ്. ഭക്ഷണം പിന്നെയും കഴിക്കാമല്ലോ. ഉടനെ അദ്ദേഹം ഫോൺ ചെയ്തു, എന്റെ സന്ദേശം അദ്ദേഹം എത്തിച്ചു. ഉടനെ തന്നെ അതനുസരിച്ച് പ്രവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തു. ഇതുപോലെ വിനയം വളരെ കൂടുതലായിരുന്നു. ഓഫീസിൽ दफ्तर में വഹാബ് സാഹിബ് ഇരിക്കുകയായിരിക്കും. മാജിദ് സാഹിബ് വന്നാൽ എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ ഞങ്ങളുടെ ഓഫീസറാണ്, ആദരിക്കേണ്ട ഞങ്ങളുടെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുക. दफ्तर में ഒരിക്കൽ रहे थे ഓഫീസിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു ഇവർ. शायद माजिद അതിൽ ഉപ്പ് കൂടുതലായിരുന്നു. മാജിദ് സാഹിബ് ബ്ലഡ് പ്രഷർ കാരണം तो ഉപ്പ് ഉള്ളത് കഴിക്കാറില്ല. गेस्ट അപ്പോൾ വഹാബ് സാഹിബ് നിശബ്ദനായി എഴുന്നേറ്റ് ഗസ്റ്റ് ഹൌസിൽ പോയി അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവന്നു. चेक किया इसमें नमक कम है. എന്നിട്ട് പറഞ്ഞു, ഞാനിത് ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉപ്പ് കുറവാണ്. वो लोग जो ഇവരാണ് उनके मुताबिक വിശുദ്ധ ഖുർആന്റെ കൽപ്പന പ്രകാരം തങ്ങളെക്കാളും चीज देते हैं. മറ്റുള്ളവർക്ക് പരിഗണന നൽകുന്നവർ. कुरैशी दाऊद साहब ने भी लिखा, वो भी ഖുറൈശി ദാവൂദ് സാഹിബ് എഴുതുന്നു, ഖാനയിൽ കുറച്ചു കാലം ഇദ്ദേഹം താമസിച്ചിട്ടുണ്ട്. रीजनल मिशनरी के अलावा उर्दू डाक റീജിയണൽ മിഷണറിയായി കൂടാതെ ഉറുദു കത്തുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. എല്ലാവരോടും ഇതാണ് നിലപാട്. था रुखसत ഒരിക്കൽ ഞാൻ പാകിസ്ഥാനിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, രാത്രി 11 മണിക്കാണ് ഫ്ലൈറ്റ്, कहते हैं जब मैं जहाज से उतर के बाहर आया എന്നെ കൊണ്ടുപോകാൻ വരണം. ഞാൻ ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങി പുറത്തു വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
ആ സമയത്ത് एयरपोर्ट पे അബ്ദുൽ വഹാബ് ആദം സാഹിബ് കവാടത്തിൽ एयरपोर्ट में दाखिल നിൽപ്പുണ്ട്. എയർപോർട്ട് കവാടത്തിൽ करवा के എമിഗ്രേഷനും എല്ലാം ക്ലിയർ ചെയ്യിപ്പിച്ച് ദുആയോടുകൂടി और ഇദ്ദേഹത്തെ യാത്രയാക്കി. लिखवाने का एहतराम ഖലീഫമാർക്ക് കത്തയക്കുന്നതിനെ കുറിച്ചുള്ള ആദരവ് പഠിപ്പിക്കൽ ഇപ്രകാരമായിരുന്നു. ഉറുദു കത്ത് എഴുതുമ്പോൾ റിപ്പോർട്ടിൽ തെറ്റ് വന്നാൽ लिखते हुए रिपोर्ट में തിരുത്താനായി तस्हीह के लिए जब टिपेक्स लगाते थे उस पे तो नहीं कहते थे इस तरह नहीं, ये दोबारा पूरा खत्म ടിപ്പെക്സ് കൊണ്ടുവെട്ടുമ്പോൾ खलीफा वक्त के साथ പറയാറുള്ളത് ഇങ്ങനെ ചെയ്യരുത്, പൂർണ്ണമായും വീണ്ടും കത്തെഴുതുക, ഇങ്ങനെ അയക്കുന്നത് മര്യാദയല്ല. മിർസാ നസീർ അഹമ്മദ് സാഹിബ് പറയുന്നു, काम को दूसरे वक्त पे नहीं उठा रखते थे ജോലി മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാറില്ല. और काम വളരെ ആവേശത്തോടെ വർക്ക് ചെയ്തു. ജോലി തീർത്തതിന് ശേഷമാണ് എഴുന്നേൽക്കാറുള്ളത്. करने वाले हैं. മറ്റു ജോലിക്കാരെയും എൻകറേജ് ചെയ്യുമായിരുന്നു. एक दफा वाह में जो वहां से 3 ഒരിക്കൽ 400 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഒരു പരിപാടിയുണ്ടായിരുന്നു. कच्ची सड़क മിർസ സാഹിബിനെ കൂടെ കൊണ്ടുപോയി. कच्ची नहीं വളരെ മോശമായ പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴിയുമുള്ള റോഡായിരുന്നു. വളരെ കുലുക്കം അനുഭവപ്പെട്ടു. വളരെ പ്രയാസപ്പെട്ട് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ആ പരിപാടി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന്. लेकिन വളരെ പ്രയാസമുള്ള യാത്രയായിരുന്നു അത്. इजहार नहीं किया. എന്നാൽ അദ്ദേഹം ഒരു അനിഷ്ടമോ ദേഷ്യമോ പ്രകടിപ്പിച്ചില്ല. गो के हेडमास्टर साहब ने वहां पहले इतला दे दी थी लेकिन അവിടെയുള്ള ഹെഡ് മാസ്റ്റർ നേരത്തെ കമ്പി സന്ദേശം അയച്ചിരുന്നു. പക്ഷേ ऐसे അവിടുത്തെ അവസ്ഥ അതായിരുന്നു. हमारे बच्चों के लिए പല വഖഫെ സിന്ദഗികളും എഴുതുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് അവിടുത്തെ പരിതസ്ഥിതി കാരണം പാൽ ലഭിക്കാറില്ല. ഉടനെ അതിനുള്ള സംവിധാനം ഒരുക്കുമായിരുന്നു. लिखा और उन्होंने भी लिखा ബഷീർ സാഹിബും മറ്റുള്ളവരും എല്ലാം എഴുതിയിട്ടുണ്ട്. ഡോക്ടർ അബ്ദുൽ ഖാലിദ് സാഹിബ് എഴുതുന്നു, റബുവയിൽ ഒരിക്കൽ കണ്ടു. नहीं था. फिर मैंने बताया कि मौलाना गुलाम അപ്പോൾ അറിയില്ലായിരുന്നു എന്നെ. ഞാൻ പറഞ്ഞു ഗുലാം ബാരി സാഹിബിന്റെ മകനാണ് എന്ന്. उस्ताद के बेटे हैं. വീണ്ടും എഴുന്നേറ്റ് ഒരു പ്രാവശ്യം കൂടി ആലിംഗനം ചെയ്തു. എന്റെ ഉസ്താദിന്റെ മകനാണ്. വളരെ ആദരവോടെ പെരുമാറി. जब मैंने इनको बताया റഷ്യൻ ഡെസ്കിലെ ഖാലിദ് സാഹിബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ റഷ്യയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ്, യു ആർ വെരി ലക്കി പേഴ്സൺ. कहा ये क्यों ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഇതെന്തിനാണ് നിങ്ങൾ പറയുന്നത്? लेकिन जो रशिया में काम कर रहे हैं बड़े खुशकिस्मत हैं. നിങ്ങളും നിങ്ങളുടെ മുബല്ലിമാരും റഷ്യയിൽ ജോലി ചെയ്യുന്നവർ ലക്കി പേഴ്സൺ എന്ന് എന്തിനാണ് പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, कि वहाँ बड़ी ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനമുണ്ട്, അവിടെ വളരെ കൂടുതൽ ജമാഅത്ത് വ്യാപിക്കും, നല്ല വിജയമുണ്ടാകും, നിങ്ങൾ അതിന്റെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ട് സൗഭാഗ്യവാന്മാരാണ്. ഇതിൽ അടിയുറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ने अभी वहाँ कदम रखे हैं അവിടേക്ക് പോയ മുബല്ലിമാർക്കും कि वो इसका आइंदा ആശീർവാദങ്ങൾ നൽകിയിരുന്നു. ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണിവർ. मुजफ्फर साहब कहते हैं മുസഫർ സാഹിബ് പറയുന്നു, का इस तरह एक दफा अंदाजा രാഷ്ട്രീയ സ്വാധീന ശക്തി ഒരിക്കൽ ഇപ്രകാരം പ്രകടമായി. അക്രയിൽ നിന്നും ടേമ 2 പട്ടണങ്ങളാണ്. പോകുന്ന വഴിയിൽ ബാരിയർ ഉണ്ടായിരുന്നു. പത്രങ്ങൾ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പത്രത്തിലെ ഫ്രണ്ട് പേജിൽ വഹാ സാഹിബിന്റെ വലിയ ഫോട്ടോ കണ്ടു. ഞാൻ പ്രാദേശിക മുഅല്ലിമിനോട് ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ പറഞ്ഞു, ഗാനയിൽ കുറച്ച് ആഴ്ചകൾ മുമ്പ് ജനറൽ ഇലക്ഷൻ നടന്നിരുന്നു. ഇപ്പോഴുള്ള പാർട്ടിയും എതിർ പാർട്ടിയും തമ്മിൽ നേരിയ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അത് ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിൽ വലിയ പ്രശ്നം അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. വഹാസാബ് 2 പാർട്ടികളുമായി കണ്ട് സമാധാനം ഉണ്ടാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. അതിന്റെ പേരിലാണ് ഈ വാർത്ത. അതിനെ അനുമോദിച്ചുകൊണ്ടുള്ള വാർത്തയാണ്. ഷംസാദ് സാഹിബ് ഇപ്പോൾ അമേരിക്കൻ മുബല്ലിഗാണ്. ഗാനയിലും ഇദ്ദേഹം താമസിച്ചിട്ടുണ്ട്. कहते हैं मेरा तबादला हो गया सेरालियोन तो जिस സെറാലിയോണിലേക്ക് എനിക്ക് മാറ്റം കിട്ടി. ഞാൻ ഏതൊരു സ്ഥലത്തായിരുന്നു, അവിടുത്തുകാർ ഒരു സംഘം ചേർന്ന് അമീർ സാഹിബ് വഹാ സാഹിബിന്റെ അടുത്ത് പോയി रहना चाहिए. ഇദ്ദേഹത്തെ അവിടെ തന്നെ നിർത്തണമെന്ന് അപേക്ഷിച്ചു. इस पर वहाब साहब ने कहा देखो വഹാ സാഹിബ് പറഞ്ഞു, जमात का सदर ഒരു की फलाह होगा ജമാഅത്തിന്റെ സദർ തന്റെ ജമാഅത്തിന്റെ പുരോഗതിയാണ് ആഗ്രഹിക്കുന്നത്, चेयरमैन चाहता है कि അവിടെ വിജയിക്കണമെന്ന്. റീജിയണൽ ചെയർമാൻ ആഗ്രഹിക്കുന്നത് ആ റീജിയണൽ പുരോഗതി വേണമെന്ന് ആഗ്രഹിക്കുന്നു. हमारे खलीफത്തുൽ നാട്ടിലെ അമീർ ആഗ്രഹിക്കുന്നത് നാട്ടിലെ പുരോഗതിയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ इसलिए कौन सा ഖലീഫത്തുൽ മസീഹ് ലോകത്തെ പുരോഗതിയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് ആര് എവിടെ വേണമെന്ന് ഏറ്റവും കൂടുതൽ അറിയുക. അത് ഘാനയിൽ നിന്നും സറാനിയിലൊക്കെ ഇദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അവിടെയാണ് ഉത്തമം ഉചിതം എന്ന് ഉസൂറിനറിയാം. ഖലീഫത്തുൽ മസീഹിന് ഇദ്ദേഹത്തെ ഇവിടെ തന്നെ നിർത്തിയാൽ മതി എന്ന് എഴുതുകയാണെങ്കിൽ ഇത് മര്യാദക്കേടാണ്. देखो
കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. എന്നിരുന്നാലും की तमील ഖലീഫത്തുൽ മസീഹിന്റെ കൽപ്പന നടപ്പിൽ വരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. उनको फिर അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി और कि खिलाफत की क्या अहमियत, ഖിലാഫത്തിന്റെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. इस तरह उन्हें मजीद ये इदराक और फहम हासिल हुआ उन लोगों को भी। അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർക്ക് ഖിലാഫത്തിനെ ആദരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. मुबारक से ഒരു സംഭവം, ഒരു തമാശയും മുബാറക് സിദ്ദി സാഹിബ് വിവരിക്കുന്നു. आए थे, मेरी പറയുന്നു, വഹാബ് ആദം സാഹിബ് ഇവിടെ വന്നിരുന്നു, എന്റെ ടാക്സിയിൽ വന്നിരുന്നു, ലണ്ടൻ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. वो नहीं जानते थे। എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു, അദ്ദേഹത്തിന് എന്നെ അറിയില്ലായിരുന്നു. എനിക്കൊരു കുരുട്ടുബുദ്ധി തോന്നി. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചെയ്യുന്നതാണിത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ പള്ളിയിൽ പോകുന്നത്? അഹമ്മദിയുടെ പള്ളിയല്ലേ? वाह, ഇത് കേട്ടപ്പോൾ വഹദ് സാഹിബ് തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. वसल्लम के पेशगोइयों के मुताबिक തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചന പ്രകാരം മസീഹ് വന്നിട്ടുണ്ട്. പൂർണ്ണമായ ഗവേഷണത്തോടുകൂടിയാണ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ വെറുതെ ഇരിക്കുന്നത്? സ്വീകരിക്കുന്നില്ല നിങ്ങൾ? वहाँ मस्जिद फजल पहुंच के बहुत देर तक बैठे रहे। ഏതെങ്കിലും മസ്ജിദുൽ ഫസൽ എത്തി എന്നെ കുറെ നേരം തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ എത്തിയിട്ടും തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ തമാശയിൽ വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കലിമയും വേറെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള അതാണ് ഞങ്ങളുടെ കലിമ. എന്നിട്ട് എന്റെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പള്ളിയിൽ എഴുതി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. कि मैं तो आपको जानता ഏതായിരുന്നാലും കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ കൈ ഊപ്പിക്കൊണ്ട് പറഞ്ഞു, हूँ और हल्के का ഞാൻ അഹമ്മദിയാണ്, എനിക്ക് നിങ്ങളെ അറിയാൻ, ഞാൻ ഒരു ഹൽക്കയിലെ കായിദാണ് എന്ന് വരെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം പറയുന്നു, നിങ്ങളെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുത്ത് ഞാൻ കൊണ്ടുപോകായിരുന്നു പള്ളിയിലേക്ക് എന്ന് പറഞ്ഞു. തീർച്ചയായും അദ്ദേഹം എടുത്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യുമായിരുന്നു. खलीफतुल मसीह सालिस ഖലീഫത്തുൽ മസീഹ് സാലിസ് लिखा है, जैसे पहले मैं बयान कर चुका हूँ कि रवा में अमीर मुकामी അത്താൽ മുജിസ ഖലീഫത്തുൽ സാലിസ് സംഭവങ്ങളെ എഴുതുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ റബോയിൽ ഇദ്ദേഹം അമീർ മക്കാമിയായി നിയമിച്ചിട്ടുണ്ട്. അതായത് ഇദ്ദേഹം किया। ഉസൂർ ഇസ്ലാമാബാദിൽ പോയിരുന്നു കുറച്ചു ദിവസം റബോയിൽ നിന്നും. അങ്ങനെ വഹാ സാഹിബിനെ അമീറായി നിയമിച്ചു. അതുപോലെ അബുൽ അത്താ സാഹിബിനെ നായിബ് അമീറായി നിയമിച്ചു. बल्कि मुझे भी उन्होंने ഇതോർത്ത് എപ്പോഴും അദ്ദേഹം കരയാറുണ്ടായിരുന്നു. ഞാൻ ഗൈനയിലായപ്പോഴും പലപ്പോഴും എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഖലീഫത്തുൽ മസീഹ് സാലിസ് എനിക്കൊരു പാഠം നൽകാനാണ് ഇത് മുഖേന ഉദ്ദേശിച്ചത്, ഒരു ഉപദേശം നൽകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ ഖലീഫത്തുൽ മസീഹ് സാലിസിന് അദ്ദേഹത്തിന്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. ചില ഗാനിയൻ ആളുകൾ പറയാറുള്ളത്, ഞങ്ങളുടെ ഗാനയിലെ കഴിവുള്ള മിശ്രീമാര് എന്തുകൊണ്ട് ഞങ്ങളുടെ അമീറായി നിയമിക്കുന്നില്ല? പാകിസ്ഥാനികളെ മാത്രം അമീറായി നിയമിക്കുന്നത് എന്തിനാണ്? ഖലീഫ സാലിസ് നൽകിയ ഉപദേശപാഠം ഇതാണ്, നിങ്ങൾ ഖാനയുടെ കാര്യമാണ് ഓർക്കുന്നത്, ഞാൻ റബയുടെ അമീറാക്കി ഖാനക്കാരനെ നിയമിക്കുകയാണ്. അമീർ സാഹിബ് പറയാറുള്ളത്, ഇതിൽ എനിക്ക് വലിയ പാഠം ലഭിക്കുകയുണ്ടായി. ഇത് കാരണം അദ്ദേഹത്തിന് ആഫ്രിക്കൻ ജമാഅത്തുകൾക്കിടയിൽ ഖിലാഫത്തുമായിട്ടുള്ള പ്രത്യേക ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. इसी तरह गुज़श्ता दिनों കഴിഞ്ഞ വർഷം അദ്ദേഹം ഇവിടെ घाना की ആയപ്പോൾ ഘാന ജമാഅത്ത് എടുത്ത തീരുമാനം ഈ വർഷം ജൽസ നടത്തേണ്ട എന്നാണ്. നമ്മുടെ സംവിധാനങ്ങൾ ശരിയാകാറില്ല. അപ്പോൾ ഞാൻ അല്പം അനിഷ്ടം അറിയിക്കുകയുണ്ടായി. यहाँ आ गए हैं लोग, ബാസാഹിബിനോട് പറഞ്ഞു, താങ്കൾ ഇവിടെ വന്നപ്പോഴേക്കും ജനങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്താണ് സംഭവിക്കുന്നത്? बड़े ബിലാൽ സാഹിബ് പറയുന്നു, हमेशा ഈ കാര്യത്തിൽ വളരെ ദുഃഖിതനായിരുന്നു അദ്ദേഹം. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. धीमी आवाज में, हल्की आवाज में എന്നാൽ ഇപ്പോൾ വളരെയധികം ചിന്താകുലനായി കാണപ്പെട്ടു. ഉടനെ അവർക്ക് ഫോൺ ചെയ്തു. ചെറിയ ശബ്ദത്തിൽ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഒരു സംഭവത്തിലാണ് വളരെ ചിന്താകുലനായി ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ഏതായിരുന്നാലും ഈ അസ്വസ്ഥത ഖിലാഫത്തിനോടുള്ള സ്നേഹം കാരണമായിരുന്നു. इलाज के बाद जब गए हैं ഇവിടെ നിന്നും ചികിത്സക്ക് ശേഷം തിരിച്ചു പോയപ്പോൾ माफी का खत लिखा, എല്ലാ ആമില മെമ്പർമാരിൽ നിന്നും മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള കത്ത് അദ്ദേഹം എഴുതിപ്പിക്കുകയുണ്ടായി. ഞങ്ങളോട് തെറ്റുപറ്റിയതാണെന്ന് ജൽസ നടക്കുമെന്നവരെഴുതി. ജൽസ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നടന്നും വളരെ വിജയപ്രദമായി നടന്നും എഴുതിയിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് ഈ വർഷത്തെ ജൽസ വളരെ വിജയപ്രദമായിരുന്നു. സൗകര്യങ്ങളും വളരെ നല്ലതായിരുന്നു. ഇത് ഖിലാഫത്തിനോടുള്ള അനുസരണം കാരണമായിരുന്നു. ഓരോ തീരുമാനത്തിനോടും അദ്ദേഹത്തിന്റെ പ്രതികരണം അത് അംഗീകരിക്കുക എന്നതാണ്. നാടിമിടിപ്പ് പോലെ ഖിലാഫത്തിനോടൊപ്പം നിൽക്കണം എന്നതായിരുന്നു നിലപാട്. हालांकि बीमार थे, ഭട്ടി സാഹിബ് പറയുന്നു, നിസ്വാർത്ഥനായിരുന്നു, രോഗിയായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. പാത്രം കഴുകുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കഴുകിത്തരാം. പറഞ്ഞു, വേണ്ട. ഒരു സംഭവം കേൾപ്പിച്ചു. ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ കാലത്ത് ഒരിക്കൽ അവധിയെടുത്ത് പാകിസ്ഥാനിലേക്ക് പോയി.
പറഞ്ഞു, നിങ്ങൾക്ക് അവധിയൊന്നുമില്ല, ഗ്രാമങ്ങളിൽ പോയി ജോലി ചെയ്യുക. വഹാസാബ് പറയുന്നു, ഗ്രാമങ്ങളിൽ പോയി എനിക്കുണ്ടായ അനുഭവം മുഖേന വളരെയധികം പിന്നീട് പ്രയോജനമുണ്ടായി. ഖലീഫയുടെ തീരുമാനത്തിന്റെ ഹിക്മത്ത് എനിക്കപ്പോൾ മനസ്സിലായി. രാത്രി മുഴുവനും ജോലി ചെയ്യുന്നവർക്കായി ചായയും മറ്റും കിട്ടുകയോ എന്ന് സ്വയം പോയി അന്വേഷിക്കും. സലീമുൽ ഹഖ് സാഹിബ് പറയുന്നു, ഒരിക്കൽ സുപ്രീം കോർട്ട് ഘാനയിൽ നിന്ന് ഒരു തീരുമാനം വരാനുണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹം സുബൈക്ക് കണ്ടപ്പോൾ പറഞ്ഞു, എന്റെ TV കേടാണ്, അതൊന്ന് നന്നാക്കി തരണമെന്ന്. എനിക്ക് ഖലീഫക്ക് റിപ്പോർട്ട് നൽകാനുണ്ട് തീരുമാനത്തെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ശരിയാക്കാൻ, എന്റെ കുട്ടികൾ ശരിയാക്കി തരും. കുട്ടികൾ ശരിയാക്കി. അതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. അവർക്ക് ചോക്ലേറ്റും നൽകി. പറഞ്ഞു, ഇവർ ഹസ്രത്ത് മുസ്ലിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊച്ചു യോദ്ധാക്കളാണ്. കുട്ടികൾ ഭാവി വാഗ്ദാനങ്ങളാണ്. ജമാഅത്തിന്റെ പുരോഗതിക്ക് കാരണക്കാരായി ഇവർ മാറുന്നതാണ്. അങ്ങനെ കുട്ടികളെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഇബ്രാഹിം ഇത്തോ സാഹിബ് ഇദ്ദേഹത്തെ കണ്ടിരുന്നു. പറയുന്നു, ഖിലാഫത്തിനുള്ള സ്നേഹത്തിൽ ഒരുവിധ കലർപ്പും ഉണ്ടായിരുന്നില്ല. വളരെ കൂടുതലായിരുന്നു അനുസരണം. കേന്ദ്ര പ്രതിനിധികളെ വളരെയധികം ആദരിച്ചിരുന്നു. അവരോട് വളരെയധികം ബഹുമാനിച്ചിരുന്നു. വളരെയധികം ആദരവ് അവരോട് പ്രകടിപ്പിച്ചിരുന്നു. ഇനി ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ അവിടെ ഇദ്ദേഹത്തോടൊപ്പം താമസിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ വീട്ടിലും താമസിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ കുറച്ച് നാളുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിരുന്നു. പാകിസ്ഥാനി ഭക്ഷണത്തെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നെ കുറിച്ച് മാത്രമല്ല, എല്ലാ പാകിസ്ഥാനികളും വരുമ്പോഴും അത് അദ്ദേഹം പരിഗണിച്ചിരുന്നു. നഫലുകൾ തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന ഗുണവും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ടുമാലയിൽ ഒരു ദൂരെ യാത്ര ചെയ്ത് അദ്ദേഹം അവിടെ വന്നു. വളരെ മോശമായ വഴിയായിരുന്നു. രാത്രി 11 മണിക്കാണ് അദ്ദേഹം എത്തിയത്. ഭക്ഷണം കഴിച്ചു. 12 മണിക്കെല്ലാം കഴിഞ്ഞു, കിടന്നു. രാത്രി എന്റെ കണ്ണു തുറന്നപ്പോൾ പുറത്ത് പള്ളിയുടെ മുറ്റത്ത് സഫ് വിരിച്ചിരുന്നു. അവിടെ ഭക്തി ആദരവോടെ നമസ്കരിക്കുന്നതായി ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അപ്പോൾ രാത്രി 1:30 മണിയായിരുന്നു. എപ്പോൾ മുതൽ തുടങ്ങിയെന്നറിയില്ല. 3/4 മണിക്കൂറായിരിക്കും ഉറങ്ങിയിരിക്കുക. നഫൽ തുടങ്ങി. ക്ഷീണമായാലും മറ്റെന്തായാലും അദ്ദേഹം തന്നെ നഫൽ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഒരിക്കൽ ടമാലയിൽ ഒരു മുർബി സാഹിബ് അനഹമ്മദികളുടെ മുമ്പാകെ എന്റെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറി. ഇത് ഒന്നും പറഞ്ഞില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ മുറബി സാഹിബിനെ നല്ലതുപോലെ ശകാരിച്ചു. ഇദ്ദേഹം ഉറുദുവിൽ ഇത്രമാത്രം പറഞ്ഞ്, അന്യരുടെ മുമ്പായെങ്കിലും ജമാഅത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കണ്ടേ, എന്നിട്ട് മിണ്ടാതിരുന്നു. എന്നോട് പറഞ്ഞു, അനഹമ്മദികൾക്ക് മുമ്പിൽ നമ്മെ കുറിച്ച് എന്ത് മതിപ്പാണ് ഇത് കാരണം ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. വളരെ വേദനയുണ്ടായിരുന്നു. ജമാഅത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന് വിഷമുണ്ടായിരുന്നത്. ഏതായിരുന്നാലും അങ്ങനെയുള്ളവർ വഖഫിൽ നിലനിൽക്കുകയില്ല. മർക്കസ് തിരിച്ചു പോന്നപ്പോൾ അയാളെ പുറത്താക്കുകയും ചെയ്തു. വഹാസാബ് അപ്പോൾ കാണിച്ച ക്ഷമ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമീറായിരുന്നു, എന്ത് നടപടിയും എടുക്കാമായിരുന്നു. ഞാൻ ഘാനയിലായിരുന്നപ്പോൾ വേദനയോടെ പറയാറുള്ളത്, ചില മുറബിമാർ നല്ലപോലെ ജോലി ചെയ്യുന്നു, വളരെ നല്ല കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ ചിലരുണ്ട് ജോലി തീരെ ചെയ്യുന്നില്ല, ഇതിനേക്കാളും കൂടുതൽ ഒന്നും ചെയ്യില്ല എന്ന് മറുപടിയും പറയും. തബ്ലീഗിന്റെ പുതിയ പുതിയ വഴികൾ നമ്മൾ തുറക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്, നമുക്ക് സന്ദേശം എത്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഈ കാര്യം തികച്ചും ശരിയാണ്. ചിലർ കരുതുന്നത് ഉള്ളതൊക്കെ മതി, ഏതൊരു രീതിയാണോ ഉള്ളത് അത് നമുക്ക് പിന്തുടരാമെന്നുള്ളത്, പുതിയ മാർഗങ്ങളൊന്നും അവലംബിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും വഹാബ് സാഹിബിന്റെ ആഗ്രഹം എല്ലായിടത്തും ജമാഅത്തിന്റെ സന്ദേശം എത്തിക്കണം, ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി സ്വയം പരിശ്രമിച്ചിരുന്നു, മറ്റുള്ളവരിൽ നിന്നും അത് പ്രതീക്ഷിച്ചിരുന്നു. അസ്വസ്ഥനായിരുന്നു ഈ കാര്യത്തിൽ. അതുപോലെ തന്നെ ദുആയും ചെയ്തിരുന്നു. അത്യാഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാനിൽ ജമാഅത്തിന്റെ സേവകർക്ക് ആദ്യകാലത്ത് ഭൂമി വില കുറച്ച് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം എനിക്കെഴുതി, ഒരുപക്ഷെ ഇവിടെ ചികിത്സക്കായി ജമാഅത്തിന്റെ പണം ചെലവ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ ഒരു ചിന്ത കൊണ്ടായിരിക്കാം അദ്ദേഹം എഴുതിയിരിക്കുന്നതിന് പരിഹാരമായിട്ട് പ്ലോട്ട്, അതിന് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ടായിരുന്നു. അത് ഞാൻ ജമാഅത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ജമാഅത്തിന് നൽകുകയാണ്. ഇതും ഭൗതികമായ ഒരു അത്യാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 10-25 ലക്ഷം
രൂപയുടെ സ്വത്താണ് ജമാഅത്തിന് നൽകിയത്. ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരവും എല്ലാ ഗവൺമെന്റ് ബഹുമതികളോടെയുമാണ് നടന്നത്. രാഷ്ട്രപതി സ്റ്റേറ്റ് ഹൌസിൽ ജനാസ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ജനാസ സംസ്കരിപ്പിച്ചു. സർക്കാർ തലത്തിലുള്ള എല്ലാ പ്രോട്ടോകോളും പാലിച്ചു. ജനാസ കൊണ്ടുപോകാൻ ഗവൺമെന്റ് ഭാഗത്ത് നിന്നുള്ള പോലീസ്, ആർമിയും പാരാമിലിറ്ററി ഫോഴ്സും അവരുടെ വണ്ടികളും ഉണ്ടായിരുന്നു. പൂർണ്ണ ആദരവ് നൽകി സ്റ്റേറ്റ് ഹൌസിൽ വിവിധ മന്ത്രിമാരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാരും ഇദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തി. രാഷ്ട്രപതിയുടെ പ്രതിനിധിയായി സ്പീക്കർ ഓഫ് പാർലമെന്റ് അദ്ദേഹം, അതേപോലെ വൈസ് പ്രസിഡന്റ് എന്നിവരെല്ലാം പൂർണ്ണ ബഹുമതി പ്രോട്ടോകോൾ നൽകി. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടിയാണ് കണ്ടത്. അതേപോലെ മതനേതാക്കളും ക്രിസ്ത്യാനികളും ഇദ്ദേഹത്തെക്കുറിച്ച് അനുശോചനം അറിയിക്കുകയുണ്ടായി. ജാമിയ അഹമ്മദിയായുടെ പ്രിൻസിപ്പാൾ ജനന മരണത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിവരിച്ചു. വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും അതേപോലെ തന്നെ വാഗ്ദത്ത മസീഹിന്റെ ഉദ്ധരണികളും മുഖേന അവിടെ വിവരിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ പൂർണ്ണ ബഹുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോയി മൂസികളുടെ മക്ബറയിൽ ഘാനയിൽ മറവ് ചെയ്തു. മീഡിയയിലും നല്ല കവറേജ് ഉണ്ടായി. ഘാന ടെലിവിഷൻ മുഴുവനും കവറേജ് ചെയ്തു. സ്ട്രീമിംഗ് മുഖേന ലോകം മുഴുവനും കണ്ടു. ഇദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബാംഗങ്ങളിൽ ഭാര്യ മറിയം വഹ സാഹിബ, 4 ആൺകുട്ടികളും 3 പെൺകുട്ടികളും എന്നിവരാണുള്ളത്. അള്ളാഹു ഇവരെ എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. ഇദ്ദേഹത്തിനുണ്ടായിരുന്ന രീതിയിൽ ഖിലാഫത്തിനോടും ജമാഅത്തിനോടും സുദൃഢ ബന്ധം നിലനിർത്തട്ടെ. തന്റെ ഭാര്യ മക്കളോയിലും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അള്ളാഹു അത് നിലനിർത്തട്ടെ. അള്ളാഹു ഇവർക്ക് ക്ഷമയും ധൈര്യവും ഇവർക്ക് നൽകട്ടെ. നവാസ് സാഹിബിന്റെ പദവികൾ അള്ളാഹു ഉയർത്തട്ടെ. തന്റെ പ്രിയരുടെ കൂടെ അദ്ദേഹത്തെ ചേർക്കട്ടെ. നമസ്കാരത്തിന് ശേഷം ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.